ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആരാധനയിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കാൻ ഇടയാക്കിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആരാധനയിൽ കടന്നു വരുമ്പോൾ യേശുവിന്റെ മരണ പുനരുത്ഥാനത്തെ കുറിച്ച് ഓർക്കുന്ന മേശ നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി തുറന്ന ഒരു വലിയ വാതിലാണ് ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമ്മളും പല പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. We listen to many sermons. പല പ്രസംഗകരും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റു പല പ്രസംഗങ്ങളാണ്. Whereas many would desire to speak of different topics. പക്ഷേ പൗലോസ് ഇവിടെ പറയുകയാണ്, whereas Paul says this, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. We preach Christ crucified. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. Praise him. Hallelujah. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു പ്രിവിലേജ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? Do we see it as a privilege to preach about Christ's crucifixion? കാരണം 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. In 1 Corinthians chapter 1 verse 18 we read, for the message of the cross is foolishness to those who are perishing, but to us who are being saved it is the power of God. Amen. Hallelujah. Hallelujah. ഇവിടെ 3-4 കാര്യങ്ങളാണ് പറയുന്നത്. And here it touches upon 3 to 4 things. ഒന്നാമത് ക്രൂശിന്റെ വചനം. 1, the word of cross. രണ്ടാമത് പറയുന്നത് അത് ദൈവശക്തിയാണ്. 2, it says it is the power of God. മൂന്നാമത് പറയുന്നത് അത് ഒരു ഭോഷത്വമാണ്. And third, it says it is foolishness. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. It is foolishness to those who are perishing. രണ്ടാമത് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. And for those who are being saved it is the power of God. ക്രൂശിന്റെ വചനം ഒന്ന് ഭോഷത്വമാണ്, ഒന്ന് ദൈവശക്തിയാണ്. The word of cross, the message of cross, one is foolishness, one is the power of God. നിങ്ങളുടെ ജീവിതത്തിൽ ക്രൂശിന്റെ വചനം എങ്ങനെയാണ്? In your lives, what is the message of the cross? യേശുവിന്റെ ക്രൂശിന്റെ കൂടെ നടന്ന രണ്ടുപേരുണ്ടായിരുന്നു. There were 2 who walked along with Jesus when he carried his cross. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഗോസ്പൽസിലെല്ലാം അത് നമുക്ക് കാണാം. We see that message in the Gospels. 2 ദുഷ്പ്രവർത്തിക്കാരായ ആളുകൾ, 2 wicked people. ഒരുവനെ വലതും ഒരുവനെ ഇടതും ക്രൂശിച്ച സംഭവം നമുക്കറിയാം. We know one was crucified to the left and to the right of Christ. ആ 2 പേരുടെയും മനോഭാവം എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ നമുക്ക് ക്രൂശിനെ കുറിച്ചുള്ള കാര്യം കാണാൻ സാധിക്കും. When we look at how they approach the situation, we understand the cross. ഒരു മനുഷ്യൻ പറയുകയാണ്, One person says this, അവൻ വലതുള്ളവനാണോ ഇടതുള്ളവനാണോ എന്നൊന്നും നമുക്കറിയില്ല. I do not know if it was the person on the left or the right. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഇടതുള്ള മനുഷ്യനാണ് അദ്ദേഹത്തെ സ്വീകരിക്കാഞ്ഞതും വലതുള്ള ആളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. And sometimes we say the person on the left rejected it, in fact the person on the right accepted Christ. എന്തുമാകട്ടെ, ഒരു ദുഷ്പ്രവർത്തിക്കാരൻ ഇങ്ങനെ പറഞ്ഞു, one person said this, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും കൂടെ രക്ഷിക്കുക. he said, if you are truly the son of God, save yourself and save us. ഇത് കേട്ട മറ്റേ ദുഷ്പ്രവർത്തിക്കാരൻ, the thief on the other side said, അവൻ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, he corrected the other person. നമ്മൾ ഈ അനുഭവിക്കുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകൾ കൊണ്ട് തന്നെയാണ്. And he says we are being punished for our wrongs. പക്ഷേ ഈ മനുഷ്യൻ നീതിമാനാണ്. But this man is righteous. അവനിൽ ഈ തെറ്റ് ആരോപിക്കുവാനോ ഈ ക്രൂശിലൂടെ കടന്നു പോകുവാനോ സാധ്യത പാടില്ല. He is not worthy to be subjected to this punishment. അതിനു കഴിഞ്ഞ് ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിനോട് അവൻ പറയുകയാണ്, He turns to Christ on the cross and നീ says, രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. and he says, when you come down as the Christ, you accept me too. അവന്റെ Remember me. ഹൃദയത്തിൽ യേശുവിനെ കുറിച്ചുള്ള ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. This man had a great vision about Christ. ലോകം മൊത്തം അവിടെ നിന്നവരെല്ലാം ഇങ്ങനെ പരിഹസിക്കുകയാണ്.
when everyone around cursed him, പരീശന്മാരെല്ലാം പറയുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. when the Pharisees challenged him, if you are the Son of God, come down. പടയാളികൾ കുറ്റം പറയുകയാണ്, അവനെ ഉപദ്രവിക്കുകയാണ്, മുഖത്ത് തുപ്പുകയാണ്, അടിക്കുകയാണ്, എല്ലാം ചെയ്യുകയാണ്. The soldiers are persecuting him, abusing him. അവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദൈവപുത്രനാണ് എന്നെല്ലാം. And he had said before, not that I'm the Son of God. അവന്റെ ആ അത്ഭുതത്തെ കാണുവാൻ ആളുകൾ നോക്കിയിരിക്കുകയാണ്. Everyone is waiting to see this miracle. പരീശന്മാരും ശാസ്ത്രിമാരും പറയുകയാണ് നീ അത്ഭുതങ്ങൾ ചെയ്യ്, ഞാൻ നിന്നിൽ വിശ്വസിക്കാം. The Pharisees are saying, do the miracle and we will believe in you. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. He fed 5,000 men with 5 bread. മുടന്തരെ നടക്കുമാറാക്കുന്നു. He made the lame walk. കണ്ണുകൾക്ക് കാഴ്ച നൽകുന്നു. He gave sight to the നീ blind. ഞങ്ങളുടെ മുമ്പിലും അത്ഭുതം ചെയ്യ്. Do this miracle in front of us. ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം We will ദൈവപുത്രനായി. believe that you are the Son of God. പ്രിയമുള്ളവരെ, ഈ രണ്ട് ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. Dear, there are 2 questions facing us. ദൈവത്തെ അത്ഭുതം കണ്ടുകൊണ്ട് മാത്രം വിശ്വസിക്കുന്നവരാണോ? Do we believe him for the miracles? അതോ ദൈവത്തിന്റെ ദൈവാസ്തിക്കും അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ? Or are we those who recognize his persons and believe in him? ക്രൂശിനോടുകൂടെ നാം ഉണ്ടെങ്കിൽ ഒരു ഉയർപ്പിലും നമ്മൾ ഉണ്ടാകും. If you are with the cross, you will be resurrected. ക്രൂശിനെ കണ്ടുകൊണ്ട് അതിന്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ? Do we see the cross and are willing to stand with the cross? യേശു പറയുകയാണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. And Jesus prays, they do not know what they're doing, Lord, forgive them. ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ക്രൂശിലൂടെ. God has the plan through the cross. നമ്മുടെ മനസ്സ് അതിനോട് ഒരുക്കപ്പെടുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ ഉയർച്ചയെ കാണാൻ സാധിക്കും. If we ready our minds, we can experience that height. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ക്രൂശിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് നിലവിളിക്കുകയല്ല, ദൈവത്തിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. In the midst of troubles, do not cry but rejoice in God. അവിടെ യേശു പറയുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. Jesus tells this man, today you will be with me in paradise. അവൻ അറിയാം ഇവനൊരു രാജാവാണ്. He knows this man is a അവൻ അത് king. വിട്ടുകൊടുത്തതുകൊണ്ടാണ് അവർക്ക് അവനെ ക്രൂശിക്കാൻ സാധിച്ചത്. He let himself, and that is why he ഈ crucified. സമശിക്ഷാവധിയിൽ ഇരിക്കുമ്പോഴും അവന്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടായിരുന്നു. Even though he was in that punishment, he repented. നമ്മൾ എത്ര പേർ ഇതുപോലുള്ള പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ യേശുവിനെ ദൈവമായി കാണുന്നവരാണ്? How many of us, when we go through trouble, can see God for who he is? പൗലോസ് ഒരു ദിവസം ഈ മാർഗ്ഗക്കാരെ ഉപദ്രവിക്കുവാൻ നടന്നവനായിരുന്നു. Paul was those who was persecuting those who were in അവൻ this. വിചാരിച്ചത് ഏറ്റവും ശക്തിയുള്ള അധികാരപത്രം എൻ്റെ കയ്യിലുണ്ട്. He had all the authority in him. റോമ സാമ്രാജ്യത്തെ അടക്കി ഭരിക്കുന്ന ആളുകളുടെ പ്രതിനിധിയാണ് ഞാൻ. He was a representative of the Roman authority. എല്ലാ അധികാരവും എനിക്കുണ്ട്. He had all power with ഞാൻ ഈ him. ക്രിസ്ത്യാനികളെ എല്ലാം നശിപ്പിക്കും. He wanted to destroy the Christians. പക്ഷേ ഒരു ദിവസത്തിൽ മിന്നിയ ആ മഹിമ അല്ലെങ്കിൽ ആ തേജസ്സിൽ അവൻ വീണുപോയി. But one day he fell when glory was seen. അവനോട് പറയുകയാണ് നീ ഉപദ്രവിക്കുന്നവനായ ക്രിസ്തുവാകുന്നു ഞാൻ. Christ tells him, I am he who you persecute. അവന്റെ എല്ലാവിധമായ ഏപ്പുകളും ആടിപ്പോയി, അവൻ ഭയന്നുപോയി. He was frightened. പ്രിയമുള്ളവരെ, ക്രൂശിന്റെ ശക്തി അതാണ്. That is the power of cross. ഹല്ലേലൂയ. Hallelujah. നാം ക്രൂശിനോട് നിന്നാൽ, കൂടെ നിന്നാൽ ഒരു വലിയ വിജയം നമുക്കുണ്ടാകും. If we stand with the cross, we will experience a great victory. അന്ന് തൊട്ട് പൗലോസ് പ്രസംഗിക്കുകയാണ് ഞാനോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. And from that day Paul says, Hallelujah. I preach Christ crucified. അതെന്റെ ജീവിതത്തിൽ ഒരു ദൈവശക്തിയാണ്. It is the power of God in me. പോഷന്മാർക്ക് അതൊരു ഫൂളിഷ്നെസ്സാണ്. For the foolish, it is the foolish message. രക്ഷിക്കപ്പെടുന്ന നമുക്ക് അതൊരു ദൈവശക്തിയാണ്. But those who are being saved, it is the power of God. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ക്രൂശിനെ ദൈവശക്തിയായി കാണുന്നുണ്ടോ? In our daily life, do Hallelujah. we look at the cross as a power? പൗലോസ് പറയുകയാണ് ഈ ക്രൂശിന്റെ വചനം ദൈവശക്തിയാണ്. Paul says the message of the cross is the power of God. അതിന് താഴേക്കുള്ള വാക്കിൽ പറയാണ് ജ്ഞാനികളെ രക്ഷിപ്പിപ്പാൻ ഭോഷത്വമായത് ദൈവം തിരഞ്ഞെടുത്തു. And further down it says God chose the low to put to shame the ചിന്തയിലും ബുദ്ധിയിലും എല്ലാം ചിന്തിച്ചാൽ നമുക്കൊരിക്കലും ഈ വിജയത്തെക്കുറിച്ചും ഈ ശക്തിയെക്കുറിച്ചും കാണുവാൻ സാധിക്കുകയില്ല. If we think with our minds, we will not be able to understand this power. എന്നാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാണ് നാം ഘോഷിക്കുന്നത്. But we celebrate
operate the power of Hallelujah. God that is made complete in our weakness. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം പല സാഹചര്യത്തിലൂടെ ഇടപെടുന്നവരാണ്. We go through many circumstances പല in our lives. സമയത്തും ഈ ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. Many times we experience the message of cross. അവിടെ എല്ലാം ഈ ക്രൂശിതനായ യേശുവിനോട് കൂടെ നിന്നുകൊണ്ട് ആ ക്രൂശ് എടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചാൽ ഒരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. But if we stand with Christ and be willing to carry the cross, you will experience resurrection. ഒരു ക്രൂശില്ലാതെ ഒരു കിരീടമില്ല. Without the cross there is no crown. ഒരു പരീക്ഷയില്ലാതെ ഒരു വിജയമില്ല. Without trials there is no victory. ഒരു മരണമില്ലാതെ ഒരു ഉയർപ്പില്ല. Without death there is no resurrection. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ മരിച്ചാലും ജീവിക്കും. That is why ഹല്ലേലൂയ. Jesus says, if you will believe in me, even if you die you will be ഇത് resurrected. തിരിച്ചറിഞ്ഞ പൗലോസ് പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. Paul, ഹല്ലേലൂയ. who recognizes, says, we preach Christ crucified. ബൈബിളിലെ ഏത് ഭാഗങ്ങളിലൂടെ പോയാലും If you go through any part of the Bible, ഈ ക്രൂശിന്റെ വചനം അത് ശക്തിയായി വെളിപ്പെടും. you will see the power of the message of cross. കാരണം ബലഹീനതമായതിനെ രക്ഷിക്കുവാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. Because Jesus came to redeem the weak. ഈ ദൈവവചനത്തിന് അതുപോലെ ശക്തിയുണ്ട്. That is the power of the word of God. പൗലോസിന്റെ ജീവിതത്തിൽ താൻ ഈ വചനത്തെക്കുറിച്ചെല്ലാം വളരെയധികം പഠിച്ച ആളാണ്. Paul learned a lot about the message. ഒരു യഹൂദ ബാലനായിരിക്കുന്ന സമയത്ത് തന്നെ പെന്റാറ്റുക് പഞ്ചഗ്രന്ഥങ്ങളെല്ലാം ധ്യാനിച്ച് ഓർമ്മ വയ്ക്കുന്ന മനുഷ്യനാണ്. He was, as a boy, learned the Pentateuch. എന്നാൽ അതിനേക്കാളെല്ലാം ഈ ശക്തിയേറിയ വചനത്തിന് ക്രൂശിലൂടെ കടന്നുപോയപ്പോൾ ഉണ്ട് എന്ന് തനിക്ക് തിരിച്ചറിയുവാണ്. But he recognized the power of message of cross as he went through that experience. ഈ യേശുവിനെ എതിർത്ത സാമ്രാജ്യങ്ങളെല്ലാം നശിച്ചുപോയി. Every kingdom that challenged Jesus was destroyed. എന്നാൽ ഈ ക്രൂശിന്റെ വചനം ഇന്നും നിലനിൽക്കുന്നു, നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. But the message of the cross still survives and has reached us. നമ്മുടെ ജീവിതത്തിൽ ഏത് തിരഞ്ഞെടുക്കാം എന്നുള്ളത് നമ്മുടേതായ ആ ഓപ്ഷനാണ്. It is ours to select what we want. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നാം ചിന്തിച്ചതുപോലെ As we thought the other day, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. we must be renewed in our ഈ mind. ലോകത്തിന് അനുരൂപരാകരുത്. Do not conform to this world. എങ്കിൽ കർത്താവിന് പ്രസാദകരമായ യാഗമായ ആരാധനയായി തീരുവാൻ സാധിക്കും. And then we will be turned to a worship that is pleasing to ഈ God. ആരാധനയിൽ ഒരു യാഗാർപ്പണമുണ്ട്. In worship there is a sacrifice. അവിടെയാണ് ദൈവപ്രസാദം ഉണ്ടാകുവാൻ That is ഇടവരുന്നത്. where God pleases. നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശിന്റെ അനുഭവം എങ്ങനെയാണ് കടന്നു പോകുന്നത്? What is our experience of this ഓരോ message of cross? ദിവസവും നാം ഈ ക്രൂശിനോട് കൂടി ആയിരിക്കുന്നുവോ? Are we walking every day with the cross? കാരണം യേശുവിനെ ഉയർത്തുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ നല്ല അവസരങ്ങളാണ് ഈ ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. The message of cross is that we have opportunities to lift him up. ഈ ഭൂമിയിലുള്ള ജ്ഞാനിയെ ലജ്ജിപ്പിക്കാനാണ് ദൈവം അതുപോലെ ഭോഷത്വമായത് തെരഞ്ഞെടുത്തത്. God chose the lowly to put to shame the prideful of the earth. ജ്ഞാനത്തിൽ ചിന്തിച്ചാൽ ഇതൊരു ഭോഷത്വമാണ്. If you think in intellect, you'll think this is foolishness. എന്നാൽ നമുക്ക് ദൈവശക്തിയായി മാറണമെങ്കിൽ രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ രക്ഷയായി നമ്മുടെ ജീവിതത്തിൽ ഭവിക്കണം. But if you want to experience that power, we must be saved. അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. It keeps ഹല്ലേലൂയ. working. പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ ഇല്ല, ഈ ദൈവശക്തിയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. Peter says, gold and silver we don't have, but we have the power of God. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിക്കൊണ്ടിരുന്നത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. The work that the Spirit began in the first century continues even today. അത് നമ്മെ മരണത്തിൽ നിന്നും ഉയർത്തിക്കുവാനുള്ള ശക്തിയുള്ളതാണ്. It is a power that can raise us from death. അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? And Paul says, hey death, where is your victory? ഈ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരു യേശുവിന്റെ കൂടെയാണ് നാം ആയിരിക്കുന്നത്. We are with Jesus who overcame this death. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. And ഹല്ലേലൂയ. therefore Paul says, we preach Christ crucified. പലരും നോക്കുമ്പോൾ പരാജയപ്പെട്ടതായിട്ടാണ് ഈ ക്രൂശിനെ കാണുന്നത്. Many look at this cross as a sign of defeat. ഈ പരാജയത്തിലേക്ക് വിജയത്തിന്റെ ശക്തി പാറുന്ന ഒരു ദൈവശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. But the experience of cross is that God's power was sent to the cross and it was shown there. നമ്മുടെ വിശ്വാസത്താൽ ഈ ക്രൂശിന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുവാൻ സാധിക്കുന്നുണ്ടോ? Are we able to accept the power of God, the cross through faith? മറ്റു പലരും പല രീതിയിലാണ് ഈ യേശുവിനെ പ്രസംഗിക്കുന്നത്. Many others preach Christ differently. പൗലോസ് പറയുന്നു, പല ഉദ്ദേശങ്ങൾ കൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്. There are many who have different intent when they preach. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ യേശുവിനെ ദൈവശക്തിയായി പരിണമിക്കുന്ന രീതിയിൽ ആക്കുന്നുവെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിൽ
അത്ഭുതം പ്രവർത്തിപ്പാനിട വരും. But if we demonstrate the power of God, then God will do wonders in your life. ക്രൂശിതനായിരുന്ന ആ ഒരു കള്ളന്റെ ജീവിതത്തിൽ അവനൊരു ഉള്ളിലെ ഒരു ഉറപ്പുണ്ടായിരുന്നു. The thief, he had the certainty in his mind കർത്താവ് ഒരിക്കൽ രാജ്യം സ്ഥാപിക്കുമെന്ന്. that one day he will establish his kingdom. നമുക്ക് അതങ്ങനെ പറയാൻ പറ്റുമോ? Are we able to say it? ക്രൂശിച്ച് കിടക്കുന്ന ശരീരം മുഴുവൻ വളരെയധികം ചോരയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ശരീരം നോക്കിക്കൊണ്ട് ഇത് കർത്താവിന്റെ പുത്രനാണ്, അവൻ രാജ്യസ്ഥാനത്തിലേക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? Are we able to look at this stone stripped bleeding body and say this is the son of God and that one day he will establish his kingdom? റോമ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വികൃതമായ ഒരു മരണമാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. In the Roman times it was one of the worst death. ഒരു റോമ പൗരനെ ഒരിക്കലും അവർ ക്രൂശിക്കില്ല. No Romans were ever crucified. അത്രമാത്രം നിർകൃഷ്ടമായ രീതിയിലൂടെയാണ് ആ മരണം കടന്നു പോകുന്നത്. It was seen such a low way to die. തന്റെ കൈകളിൽ മേൽ ആണിയടിക്കപ്പെടുകയും കാലുകളിൽ മേൽ ആണിയടിക്കപ്പെടുകയും ചെയ്യുമ്പോൾ As he was nailed on his hands and his legs, അവന്റെ ശ്വാസം വലിക്കുവാൻ സാധിക്കാതെ വളരെയധികം വിഷമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. we see that he was struggling even to breathe. തന്റെ ജീവിതത്തിൽ പുറക് ഉഴവുചാലുകൾ പോലെ മുറിക്കപ്പെടുവാനിട വന്നു. You see his back was stripped and wounded. അവിടെ എല്ലാം യേശുവിന് ദൈവപുത്രനായി അവിടെ നിന്നെല്ലാം രക്ഷപ്പെടാമായിരുന്നു. As a son of God, he could have escaped from all of that. പക്ഷേ അവിടെ എല്ലാം ആ വേദനകൾ സഹിച്ചത് നമ്മെ ഓർത്താണ്. But he endured that pain thinking about each of us. ആ വേദനകൾ ഒരു ദൈവശക്തിയായി നമ്മളിൽ പരിണമിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. He desired that pain will transform to a power in us. ആ വേദനയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ നമ്മെ എല്ലാം ഓർക്കുന്ന ഒരു ദൈവപുത്രനെയാണ് നമുക്ക് കാണേണ്ടത്. We should see the Son of Man who endured that pain for us. ജ്ഞാനികളെ ലജ്ജിക്കുവാനായി ലജ്ജിപ്പിപ്പാനായി ഭോഷത്വമായത് ദൈവം തെരഞ്ഞെടുത്തു. He chose the low of this world to put to shame. പ്രിയമുള്ളവരെ, നാം ഈ മേശയോട് അനുബന്ധിച്ച് വരുമ്പോൾ As we approach the Lord's table, യേശുവിന്റെ വേദനകൾ നമ്മുടെ ജീവിതത്തിൽ പേറേണ്ടത് ആവശ്യമാണ്. we must bear the same pain of Christ in us. ആ വേദനകൾ വേദനകളായി തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. He does not desire for the pain to continue as അതൊരു ദൈവശക്തിയായി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He ഹല്ലേലൂയ. desires that it will transform to God's power in our അത് life. ജീവിതത്തിൽ അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ അതൊരു ദൈവശക്തിയായി മാറുവാനിട വരും. If ഹല്ലേലൂയ. those who see that it will transform to a power of God in our lives. അവിടെ നാം ഒരു മറ്റ് ദുഷ്പ്രവർത്തിക്കാരനെ പോലെ നീ അത്ഭുതം ചെയ്യുവാൻ പറ്റുമോ എന്നല്ല ചോദിക്കേണ്ടത്. Unlike the other thief, he did not challenge Jesus. എന്റെ ദൈവമേ, അങ്ങ് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. He said, when you establish your kingdom, remember me. ഈ ക്രൂശിന്റെ വഴി ഒരു ദൈവശക്തിയുടെ വഴിയാണ്. The way of the cross is the power of God. തന്റെ ശിഷ്യന്മാരെല്ലാം വളരെ വളരെ പേടിച്ചിരുന്ന ഒരു സമയമാണത്. There was a time when all the disciples were എല്ലാം frightened. ഭയന്ന് ഒരു റൂമിൽ അടച്ചിരുന്നു. They were closed in a closed room. എന്നാൽ ആ അടഞ്ഞ മുറിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവശക്തിയാണ് But we ക്രൂശിന്റെ വചനം. The message of the cross is that enters this closed room. ആരോടും പറയാൻ പറ്റാത്ത വേദനയിലൂടെ നാം കടന്നു പോകുമ്പോൾ When we go through pain that we cannot even share with നമ്മുടെ anyone. അടുത്തേക്ക് അടുത്തു വരുന്ന ഒരു ദൈവശക്തിയാണ് ക്രൂശിന്റെ വചനം. The power that will Hallelujah. reach us, that is the message of the cross. ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലുതെന്ന് It പറയുന്നത്. is important that we bear the faith so that the message can work in അത്ഭുതം us. പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. There ഹല്ലേലൂയ. is a miracle working power of God in our life. അത് മഹത്വമായി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടും. It will transform into a glory in ആ our lives. ദൈവശക്തി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. That ഹല്ലേലൂയ. power of God is working in us. പൗലോസ് പറയുകയാണ്, ഞാനോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. Paul says, I preach Christ അതെ, നമ്മുടെ crucified. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും In every circumstance of our life, ഈ ക്രൂശിന്റെ വചനം ഒരു കിരീടമായി നമ്മെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുത്തുന്നു. may this message of cross become a crown and a life and transform us. എവിടെയായിരുന്നാലും No matter where you are, ഏത് what സാഹചര്യത്തിലായിരുന്നാലും the circumstances, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് നമ്മുടെ പ്രസംഗ വിഷയം. this crucified Christ is our message. അവനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആധാരമായിരിക്കുന്നത്. He is the more cornerstone in our lives. ഫിലിപ്പിയ ലേഖനത്തിലും എഫേസി ലേഖനത്തിലെല്ലാം പൗലോസ് പറയുന്നത് ഏറ്റവും നികൃഷ്ടമാക്കപ്പെട്ടു എന്നാണ്.
In the book of Philippians and Ephesians we read he was put to the subject to the worst death. എന്നാൽ ഏറ്റവും ഉയരത്തിലേക്ക് അനേകം പേരുടെ ആരാധനയിലേക്ക് മാറുവാൻ തക്കവണ്ണം ഈ ക്രൂശിനെ ഒരു കിരീടമാക്കി മാറ്റുന്ന ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. The power of God works in us that can convert this cross into a crown. ഈ ശരീരം ഒരു ദിവസം മണ്ണോട് ചേരുവാനിട വരും. Our body will turn to dust one day. എന്നാൽ ഇതിനെ അതിജീവിച്ച് ഒരു നിത്യജീവനിലേക്ക് മാറ്റുന്ന ഒരു ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. But there is a power that works in us that will transform us into eternity. ആ ഒരു ശക്തിയാണ് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. That power is the message of cross. അതിനെ ഭയപ്പെടുന്നു. പിശാച് വളരെയധികം ഭയപ്പെടുന്നു. That Satan is afraid of this world. ലോകം അതിനെ ഭയപ്പെടുന്നു. The world is afraid of നാം it. ആയിരിക്കുന്ന ഓരോ സാഹചര്യത്തിലും അത് റിഫ്ലക്ട് ചെയ്യാണ്ട് വരണം. Let us reflect that in every circumstance of our നമ്മുടെ life. ജീവിതത്തിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ക്രൂശിന്റെ വചനമാണ്. The ഹല്ലേലൂയ. power that works in our life is the message of cross. അതാർക്കും തകർക്കുവാൻ സാധ്യമാകില്ല. Nobody can destroy it. ദൈവശക്തി നമ്മളിൽ വ്യാപരിക്കുന്നു. Let the power of God work in our lives. ഒരു നിത്യതയ്ക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കുകയാണ്. God is preparing us for eternity. അതുകൊണ്ട് നമുക്കൊരിക്കൽ കൂടെ പറയാം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. May we say once again, we preach Christ ഈ crucified. പ്രസംഗം നമ്മുടെ ഹൃദയത്തിൽ നിന്നാവണം. This message should come from the heart. നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് ഈ ക്രൂശിന്റെ വചനം. This message of cross can transform our hearts. അത് ബുദ്ധിമാന്മാർക്ക് ഭോഷത്വമായി തോന്നുമ്പോൾ For the intellect that may be foolishness. നമ്മുടെ ജീവിതത്തിൽ അതൊരു ദൈവശക്തിയായി മാറുന്നു. But in our life it should become the power of God. ആ ദൈവശക്തിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God strengthen us that we can proceed in that power. ഈ വാക്കുകളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം